ഹായ് മക്കളെ, ഇപ്പോൾ ഒരുപാട് പേർക്കുള്ള സംശയമാണ് +1 ടെക്സ്റ്റ് ബുക്ക് മാറിയോ, മാറ്റമുണ്ടോ എന്നോർത്ത് കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജസിൽ 1-2 സബ്ജക്റ്റുകൾക്ക് മാറ്റമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ +1 മാത്സിന് ഒരു മാറ്റവും ഇല്ല കേട്ടല്ലോ. കഴിഞ്ഞ വർഷം പഠിച്ചത് എന്താണോ അതൊക്കെ തന്നെയാണ് നമുക്ക് ഇപ്രാവശ്യം ഉള്ളത്. ഒരു ചേഞ്ചസും ഇല്ല. കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്ക് അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാം കേട്ടല്ലോ. നമുക്ക് ഒരു ചേഞ്ചസും വന്നിട്ടില്ല. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആ ചാപ്റ്റേഴ്സ് കൂടി ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. 14 ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. എന്താണ്? 1 മുതൽ 14 വരെ. സെറ്റ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, ട്രിഗ്നോമെട്രി മുതൽ പ്രോബബിലിറ്റിയിൽ അവസാനിക്കുന്ന 14 ചാപ്റ്ററുകൾ. ഇതിൻ്റെ അകത്തൊരു പ്രശ്നമുള്ളത്, നിങ്ങൾ പഴയ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് മേടിക്കാതെ വേറെ ആരെങ്കിലും കയ്യിൽ നിന്നൊക്കെ ടെക്സ്റ്റ് ബുക്ക് മേടിച്ചാണ് നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ചിലപ്പോൾ 16 ചാപ്റ്ററുകൾ കാണും. ഓക്കെ, അതിൻ്റെ അകത്ത് ചിലപ്പോൾ 16 ചാപ്റ്ററുകൾ കാണും. റീസണിങ്ങും ഇൻഡക്ഷൻ എന്നൊക്കെ പറഞ്ഞ് 2 ചാപ്റ്ററുകൾ എക്സ്ട്രാ ഉണ്ടാവും. പക്ഷേ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ 2 ചാപ്റ്ററുകൾ നമ്മളുടെ ഡിലീറ്റഡ് പോർഷനാണ്. ആ 2 ചാപ്റ്ററുകൾ നമ്മൾക്കില്ല. ആ 2 ചാപ്റ്ററുകൾ ഒഴിവാക്കി നമുക്ക് 14 ചാപ്റ്ററുകളാണുള്ളത്. പിന്നെയും ശ്രദ്ധിക്കേണ്ട കാര്യം, പഴയ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഈ ചാപ്റ്ററുകളൊക്കെ അവിടെ കൃത്യമായിരിക്കും. പക്ഷെ ഇതിൻ്റെ അകത്തു നിന്നും കുറെ ചെറിയ ചെറിയ പോർഷൻസ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ ചാപ്റ്ററാണ് സെറ്റ്. ഈ സെറ്റിൽ നമുക്ക് നേരത്തെ പവർ സെറ്റ് എന്ന് പറഞ്ഞൊരു സാധനം പഠിക്കാനുണ്ടായിരുന്നു. ഇപ്രാവശ്യം അതില്ല. അതായത് ഇപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് അതില്ല. അപ്പൊ നിങ്ങൾ പഴയ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അതിൻ്റെ അകത്ത് ചിലപ്പോൾ പവർ സെറ്റ് ഉണ്ടാവും കേട്ടല്ലോ. അപ്പോൾ നിങ്ങൾ പഴയ ടെക്സ്റ്റ് ബുക്ക്, അതായത് നിങ്ങളുടെ ചേട്ടനോ ചേച്ചിയോ ഉപയോഗിച്ച ടെക്സ്റ്റ് ബുക്ക് വീട്ടിലിരിപ്പുണ്ട്, അത് ഉപയോഗിച്ച് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൻ്റെ അകത്ത് കുറേ പോർഷൻസ് ഡിലീറ്റഡ് ആണ്. ഈ ചാപ്റ്റേഴ്സ് ഒക്കെ സെറ്റ് ആയിരിക്കും, പക്ഷെ അതിൻ്റെ അകത്ത് കുറേ പോർഷൻസ് ഡിലീറ്റഡ് ആണ്. അത് ഒഴിവാക്കി നിങ്ങൾ പഠിച്ചാൽ മതി. എക്സാമ്പിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ സെറ്റ്സിലെ കാര്യം. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ പുതിയ ടെക്സ്റ്റ് ബുക്ക് മേടിച്ചാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് NCERTയുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണ് പഠിക്കുന്നതെങ്കിൽ പ്രശ്നമില്ല. അതിൻ്റെ അകത്ത് ഇപ്പോഴുള്ള പോർഷൻസ് വെച്ച് മാത്രമാണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടല്ലോ. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണോ അത് നിങ്ങൾ പഠിച്ചോ, ഒരു പ്രശ്നമില്ല. ഓക്കെ അല്ലേ? ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമുക്ക് ഓണം എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ടാവും എന്നുള്ളത് കുറെ കുട്ടികൾ ചോദിക്കുന്നുണ്ട് കേട്ടല്ലോ. ഓണം എക്സാമിന് ഏതൊക്കെ ചാപ്റ്ററുകൾ ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ് ഒക്കെ തീർത്ത് ഓണം എക്സാമിന്റെ ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ കേട്ടല്ലോ, ജൂലൈയിൽ ക്ലാസ് തുടങ്ങി കഴിഞ്ഞ് പിന്നെ ഇതൊരു ട്രാക്കിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഓണത്തിന് മുമ്പ്, ഓണം എന്ന് പറഞ്ഞാൽ ആഗസ്റ്റിലാവും അല്ലെ, ഓണത്തിന് മുമ്പ് ഒരുപാട് സ്കൂളുകളിലും ചാപ്റ്ററുകളൊന്നും എടുത്ത് തീർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം നടത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കേരളത്തിൽ എല്ലാവർക്കും വേണ്ടി ഒരൊറ്റ എക്സാം, ഓണം എക്സാം എന്നൊരു രീതിയിൽ ആവില്ല. അതെന്താണ്, ഓരോ സ്കൂളുകളിലും ആ സ്കൂളുകളിൽ എന്തോരം ചാപ്റ്റേഴ്സ് പഠിച്ചു തീർന്നോ അതനുസരിച്ച് സ്കൂളിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് അവർ എക്സാം നടത്തും. അങ്ങനെയായിരുന്നു നടന്നത് കേട്ടല്ലോ. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്കൂളിൽ എവിടം വരെയും പഠിപ്പിച്ചു അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. അത്രയും ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. ചില സ്കൂളുകളിൽ ഓണം എക്സാം കഴിഞ്ഞ വട്ടം നടത്തിയിട്ടില്ലായിരുന്നു കേട്ടല്ലോ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഒരു സ്കൂളിൽ ഈ ആദ്യത്തെ 3 ചാപ്റ്ററെ പഠിപ്പിച്ചിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് അവിടം വരെ ഉണ്ടാവുള്ളൂ എക്സാമിന്. ഇനി ചില സ്കൂളുകളിൽ ആദ്യത്തെ 5 ചാപ്റ്ററുകൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടം വരെ ഉണ്ടാവും. അപ്പോൾ ഓണം എക്സാം മിക്കവാറും ഒരു 90% സ്കൂളുകളായിരിക്കും നടത്താൻ ചാൻസ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ എവിടം വരെയും പഠിപ്പിച്ചു അതനുസരിച്ചായിരിക്കും. അതല്ലാതെ കേരളത്തിൽ എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുള്ള എക്സാം നടക്കാൻ സാധ്യത കുറവാണ്. കാര്യം നിങ്ങളുടെ അഡ്മിഷൻ കഴിഞ്ഞ് ആകെ 1 മാസം ഉണ്ടാവുള്ളൂ. 1 മാസം കൊണ്ട് ഒരുപാട് ചാപ്റ്ററുകളൊന്നും പഠിപ്പിച്ച് തീരില്ല. അപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഓണം എക്സാം നടക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ആലോചിക്കും, അയ്യോ അത് നല്ലതാണല്ലോ, ഭാഗ്യം എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷെ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓണം എക്സാമിന് നിങ്ങളിപ്പോൾ ഒരു 2 ചാപ്റ്ററോ 3 ചാപ്റ്ററോ പഠിച്ചിട്ടുള്ളെങ്കിൽ ഈ ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററുകളും ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവും. ഇതെല്ലാം കൂടി ആയിരിക്കും ക്രിസ്മസ് എക്സാമിന് നമ്മൾക്ക് വരുന്നത് കേട്ടല്ലോ. അപ്പോൾ ഒരെണ്ണം നല്ലതാണെങ്കിൽ മറ്റത് കുറച്ചുകൂടി കൂടുതൽ പഠിക്കേണ്ടി വരും കേട്ടല്ലോ. ഇത് എല്ലാവട്ടവും ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവട്ടവും ഇങ്ങനെ തന്നെയാണ്. കാര്യം നമ്മുടെ അഡ്മിഷൻ പ്രോസസ്സ് കഴിഞ്ഞ് ക്ലാസ് കുറച്ച് ഡിലേ ആയി തുടങ്ങുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിച്ചേക്കണം. ഓണം എക്സാം മിക്കവാറും സ്കൂൾ ബേസ് ആയിരിക്കും നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ അതനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ ആ സമയത്ത് തരും. ഇനി ഈ ചാപ്റ്ററുകൾ മറക്കരുത്. മൊത്തം 14 ചാപ്റ്ററുകൾ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കിയല്ലോ, ഇത്രയൊക്കെ ഉണ്ട് കേട്ടല്ലോ. അതൊക്കെ നമുക്ക് പഠിച്ചു തീർക്കാനുള്ളതാണ്. നമ്മൾ പഠിക്കും, തീർക്കും, അടിപൊളിയായിട്ട് പഠിച്ച് തകർത്ത് +2ലേക്ക് പോകും.